സഞ്ചാരികളുടെ സ്വർഗമായ പാതിരാമണൽ ദ്വീപിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. ഇവിടെ പോകാൻ വേണ്ടി നമ്മൾ കായപ്പുറം ബോട്ട് ജെട്ടിയിൽ ചെന്ന് അവിടെ നമ്മൾ വണ്ടി ഇതേപോലെ പാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട്. അതായത് ഒന്ന് ഗവൺമെൻറ് ബോട്ട് സർവീസും ഉണ്ട്, പ്രൈവറ്റ് ബോട്ട് സർവീസും ഉണ്ട്. നമ്മളെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഗവൺമെൻറ് ബോട്ട് സർവീസാണ്. ഇതിൽ നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയും അപ്പനും ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവിടെ എന്താണ് കാണാറുള്ളത് എന്നുള്ള ലെവലിലാണ് അവിടെ ഇരിക്കുന്നത്. അവരാദ്യമായിട്ടാണ് ആ വഴിക്ക് പോണത്. ഞാനും ആദ്യമായിട്ട് തന്നെയാണ് പോണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഈ കായപ്പുറത്ത് ബോട്ട് ജെട്ടിയിൽ നിന്ന് നമുക്ക് കാണാം കായലൊരു പച്ച പുതപ്പിട്ട പോലെ ഒരു തുരുത്താണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ശാന്തമായി ഒഴുകുന്ന വേമ്പനാട്ട് കായലിൽ അതിശാന്തമായ ദ്വീപ്, അതാണ് പാതിരാമണൽ എന്നാണ് പറയണത്. പിന്നെ നട്ടുച്ചയ്ക്ക് ഇരുട്ടാവുന്ന പാതിരായിൽ തിളങ്ങുന്ന അത്ഭുത ലോകം, ഇത് പാതിരാമണൽ എന്നും പറയാറുണ്ട്. ഈ വേമ്പനാട്ട് കായലിൽ 100-ലേറെ ഏക്കർ വിസ്തൃതിയിലാണ് ഒരൊറ്റ നിറം, എല്ലാ വർണ്ണവുമാവുന്ന ഈ ദ്വീപ് ഇടയ്ക്കിടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പേരറിയാത്ത പക്ഷികളുടെ പാട്ടുമുണ്ട്. മുഹമ്മ കുമരകം ജലപാതയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് നൂറുകണക്കിന് ദേശാടന പക്ഷികളുടെ വാസഗ്രഹം കൂടിയാണ് നമ്മുടെ ഇപ്പോൾ ഈ പാതിരാമണൽ. ശരിക്കും ഇതിന് പാതിരാമണൽ എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലുമംഗലം സ്വാമിയാർ കായലിൽ നിന്ന് സൃഷ്ടിച്ചതാണ് ഈ ദ്വീപ്. ഇത് പാതിരാക്കി സൃഷ്ടിച്ചത് കൊണ്ടാണ് ഇതിന് പാതിരാമണൽ എന്ന പേര് വന്നത്. അപ്പം നമ്മുടെ ഗവൺമെൻറ് ബോട്ട് നമ്മളിവിടെ ആക്കിയിട്ട് തിരിച്ചു പോവുകയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, അത് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കാണുക. അങ്ങനെ നമ്മൾ പാതിരാമണലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഗവൺമെൻറ് ബോട്ടിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഒരാൾക്ക് 20 രൂപയാകെ നമുക്ക് ചിലവ് വരണുള്ളൂ. അരമണിക്കൂറിനുള്ളിൽ നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ, ബോട്ട് ചുറ്റിയിൽ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് 20 രൂപയ്ക്ക് തന്നെ നമുക്ക് തിരിച്ച് അങ്ങോട്ടും പോകാൻ പറ്റും. പണ്ട് ഇതൊരു പൊരായി തരകൻ എന്ന ജന്മിയുടെ കയ്യിലായിരുന്നു ഈ ദ്വീപ്. തരകനിൽ നിന്ന് ദ്വീപ് ഗുജറാത്തി വ്യാപാരി ഭീംജി ദേവ്ജി വാങ്ങി. പിന്നീട് ഷെവിലിയർ എസി മണ്ഡ്രഫെയർ ഉടമസ്ഥയിലായി. പാതിരാമണലിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടിയതോടെ വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിലുമായി. ഇവിടെ ഉണ്ടായിരുന്ന 14 കുടുംബങ്ങളെ മുഹമ്മയിൽ പുനരധിവസിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇത് പൂർണ്ണമായും വിനോദസഞ്ചാര കേന്ദ്രമായി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു ലെവലായി മാറി. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഏരിയ കാണാൻ മൊത്തത്തില്. എന്തിട്ട് ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അതൊരു ഭംഗി തന്നെ. നല്ല ചെടികൾ നിൽക്കുന്നുണ്ട്, അറിയില്ല, അതത്രേ ഉള്ളു. ആൾക്കാർ ഒരുപാട് പോണവരുണ്ട് കേട്ടോ. അത് നോക്കി വരുന്നവരും ഉണ്ട്. നല്ലൊരു എയിമാണ് കേട്ടോ മൊത്തത്തില്. പക്ഷി സംരക്ഷണ കേന്ദ്രം എന്നുണ്ട്, ഒരു പക്ഷി പോലും കാണാനില്ല. അതാണ് വേറൊരു രസം. ഒരു കിളി. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇത്, പാതിരാമണൽ എന്ന് പറഞ്ഞ ഈ ദ്വീപ്. നല്ല കാമൻ കൊയ്റ്റാണ്, നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലം, ഒരു രക്ഷയില്ല. പിന്നെ ഇപ്പോൾ കോവിഡ് ആയ കാരണം തോന്നുന്നു ആൾക്കാർ കുറച്ച് കുറവുണ്ട്, എന്നാൽ പോലും കുഴപ്പമില്ല. പക്ഷി സംരക്ഷണ കേന്ദ്രം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാക്ക മാത്രമേ ഉള്ളൂ, അതും ഒരു പക്ഷി തന്നെയാണ്, പക്ഷെ കുറവാണ്. എന്നാലും നല്ലൊരു കളർഫുൾ ഏരിയ ആണ്. ഫാമിലി ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മളവിടെ നിന്ന് നടന്നു വന്ന വഴിയാണ്. 2 വശവും വെള്ളം തന്നെയാണ്, അതായത് മലിനമായി കിടക്കണം. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ഒഴുക്കില്ലാത്തത് കൊണ്ട് പായലും പുൽപ്പായൊക്കെ ഇട്ടിട്ട് ആകെ പരസ്യമായിട്ട് കിടക്കുക. കണ്ടില്ലേ, നമ്മുടെ ആൾക്കാർ തന്നെയാണ് നമ്മുടെ പരിസ്ഥിതിനെ നാശത്തിലേക്ക് കൊണ്ടുവരുന്നത്. 2 സൈഡിലും വെള്ളം ഒഴുകാത്ത ലെവലിലുള്ള വെള്ളമാണ്, ആകെ മലിനായിട്ടാണ് കിടക്കുന്നത്. ഒഴുക്കില്ലാത്തത് കൊണ്ടുള്ള ഒരു ഇതാണ്.
എന്താ പരിസ്ഥിതി സെറ്റാക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും പ്രോപ്പറായിട്ട് അത് ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പലതും കുപ്പികളൊക്കെ അവിടെ തന്നെ വെള്ളത്തിലൊക്കെ എടുക്കുന്നത്. പരുന്ത്, കാക്ക, നല്ലൊരു നടപ്പാത, രണ്ട് സൈഡിലും മരങ്ങൾ. ആ അത് ശരിയാ. പാതിരമണിലേക്ക് വരാനായിട്ട് 20 രൂപയുടെ ടിക്കറ്റ്. 20 രൂപയുടെ ഈ ടിക്കറ്റിൽ എനിക്കും ഇച്ചാനും അപ്പനും അമ്മയ്ക്കും അവർക്കും കൂടിയിട്ട് മൊത്തത്തില് 40 രൂപ. അതായത് 20 രൂപയുടെ ടിക്കറ്റിൽ 2 പേര് പോകും. ആ 20 രൂപ ടിക്കറ്റിൽ അവർ 2 പേര് പോകും. മൊത്തം 4 പേര് പോകും. 40 രൂപയ്ക്ക് 4 പേർക്ക് ഇവിടെ സുഖമായിട്ട് ഇവിടെ വിനോദസഞ്ചാരമായ ഈ പാതിരാമണലിൽ നമുക്ക് നടന്ന് വീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാതിരാമണലിലോട്ട് വരാനായിട്ടുള്ള ബോട്ടിന്റെ എമൗണ്ട്, ആ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ബോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 20 രൂപയുടെയും 40 രൂപയുടെയൊക്കെ സർവീസസ് ഒരു സൈഡിലിട്ട് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ആ ടൈമിംഗ് അല്ല, അത് അവരുടെ ഒരു ടൈമിംഗ് ഉണ്ട്, അത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല, അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. നമ്മൾ വന്നപ്പോൾ ഭാഗ്യത്തിന് അങ്ങനെ ഒരു ഗവൺമെന്റ് ബോട്ട് അവിടെ നിന്ന് കറക്റ്റ് കിട്ടി. അവർ അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും. അതിനുള്ളിൽ കണ്ടുവരാൻ പറഞ്ഞിട്ടാണ് ഞങ്ങളിട്ട് പോകുന്നത്. 11:35 ആകുമ്പോഴേക്കും നമ്മൾ അവിടെ തിരിച്ചെത്തുകയാണെങ്കിൽ ഈ 20 രൂപയ്ക്ക് തന്നെ നമുക്ക് തിരിച്ചങ്ങോട്ടും പോകാനായിട്ട് പറ്റും. ഇൻ കേസ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ 12:05 മറ്റോ സംതിങ്ങിന് പിന്നെ ഒരു സർവീസും കൂടെ ഉണ്ട്. 40 രൂപയായിരിക്കും ഒരാൾക്ക് വരുന്നത്. അതായത് തിരിച്ചങ്ങോട്ട് പോകാൻ 40 രൂപയോളം വരും. ബോട്ടിന് 40 രൂപ വരും ഒരാൾക്ക്. ഓക്കെ, വരാനും തിരിച്ചു റിട്ടേൺ പോകാനും കൂടെ മൊത്തം ഒരാൾക്ക് എമൗണ്ട് ആവുന്നത് 40 രൂപയാണ്. അത് ഈ ടൈമിങ്ങിലാണെങ്കിൽ മാത്രം. പിന്നെ ടിക്കറ്റ് ചാർജ് 10 രൂപ. അങ്ങനെ മൊത്തം നമുക്കിപ്പോ ചെലവായത് 50 രൂപയാണ് ഈ പാതിരമണലിൽ വന്നു പോകുന്നത്. നമുക്ക് ആ കൂടി ചെലവായിട്ടുള്ളത് ഗവൺമെന്റ് ആണെങ്കിൽ, ഗവൺമെന്റിന്റെ ബോട്ട് ആണെങ്കിൽ മാത്രം. അല്ല പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞത് ഒരാൾക്ക് 600 രൂപയോളം വരുന്നതാണ് അവർ പറഞ്ഞത്. നമുക്ക് അതിനെ പറ്റി കൂടുതലായിട്ട് അറിയില്ല. നമ്മൾക്ക് കറക്റ്റ് ദൈവം സഹായിച്ച് ഒരു ഗവൺമെന്റ് ബോട്ട് കിട്ടി. അതിൽ മറ്റൊരു ബോട്ടിൽ വരുന്നതും ഗവൺമെന്റ് ബോട്ടിൽ വരുന്നതും വലിയ വ്യത്യാസമൊന്നും ഞങ്ങൾക്കും തോന്നിയില്ല. രണ്ടും ബോട്ട് തന്നെ, രണ്ടും എഞ്ചിൻ തന്നെ. എഞ്ചിനിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. പിന്നെന്താ, രണ്ട് സൈഡും കാട്. നമുക്ക് ആ പേരറിയാത്ത ഒരുപാട് സസ്യങ്ങളൂടെ കാണുന്നുണ്ട്. വളരെ കുറച്ച് ഇപ്പൊ കണ്ടല്, തൊട്ടാർവാടി, പിന്നെ തെങ്ങ്, മാവ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നമുക്ക് വലിയ പരിചയമില്ലാത്ത എന്തൊക്കെയോ ചെടികള് ഇവിടെ കാണുന്നുണ്ട്. അത് തന്നെയാവും ഒരുപാട് മനുഷ്യവാസം ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട്. ന്യൂ ജനറേഷൻ ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്, വേറെ ഒന്നുമില്ല. ന്യൂ ജനറേഷൻ ആയതോട് കൂടിയിട്ട് നമുക്ക് അറിയില്ല എന്ത് ചെടിയാ. ഇപ്പൊ പഴയ ആൾക്കാർക്കൊക്കെയാണ് അപ്പനും അമ്മ ഇപ്പൊ പറഞ്ഞിരുന്നു, അവർ ഇന്ന ചെടിയാണ് ഇന്ന ചെടിയാന്നൊക്കെ പറഞ്ഞിരുന്നു. അവർക്കതറിയാം, പഴമക്കാർക്ക് നല്ല പോലെ അറിയാം. ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഇതെന്ത് ചെടിയാ, ഇതെന്ത് തൊട്ടാർവാടി ഇപ്പൊ എല്ലാവർക്കും അറിയാം. പിന്നെ എന്തൊക്കെയോ കുറെ ചെടികള്, ഒരുപാട് സസ്യങ്ങളുണ്ട്. നമുക്ക് ഇവിടെ ഉള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്ന് വായിക്കാം. ഇത് സ്ഥാനം 76 ഡിഗ്രി അങ്ങനെ സംതിങ്. വിസ്തീർണം വരുന്നത് 19.6 ഹെക്ടർ ആണ്. സ്ഥലം തണ്ണീർമുക്കം, തെങ്ങ് വില്ലേജ്, ചേർത്തല താലൂക്ക്, ആലപ്പുഴ ജില്ല. ജിയോളജി മണലും ചെളിയും കലർന്ന പരന്ന ഭൂപ്രദേശം. വേമ്പനാട്ട് കോൾ റംസാർ പ്രദേശത്തിൽ ഉൾപ്പെടുന്ന നമ്മുടെ ബോട്ട് വന്നു. ഈ പോണതാണ് നിങ്ങൾ കാണുന്നതാണ് പ്രൈവറ്റ് ബോട്ടാണിത്. ഇതിന് ചാർജ് കൂടുതലാണ്. അതായത് ഒരാൾക്ക് 500 രൂപ, ഒരാൾക്ക് 500 രൂപ. 5 പേരായാലും 500 രൂപയാണ്, ഒരാൾക്കായാലും 500 രൂപയാണ് മിനിമം. 5 പേര് വരെ ആ 500 രൂപയിൽ പോവാം. നമ്മൾ വന്ന ബോട്ട് വന്നു.
അങ്ങനെ പാതിരാമണലിന്റെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോവാണ്.